അനധികൃത സ്വത്ത് കേസിൽ ശശികലയ്ക്കും കൂട്ടുപ്രതികൾക്കും 4 വർഷം തടവ് ശിക്ഷ. 10 കോടി രൂപ വീതം പിഴയും അടയ്ക്കണം. പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. വിചാരണ കോടതി വിധി ശരിവെച്ചു. എത്രയും വേഗം കീഴടങ്ങാൻ ശശികലയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ഒന്നാം പ്രതി, ശശികല രണ്ടാം പ്രതിയും വളർത്തുമകൻ സുധാകരനും ബന്ധുവും കൂട്ടുപ്രതികളുമായ സ്വത്ത് കേസിലാണ് 21 വർഷത്തിനു ശേഷം അന്തിമവിധി വന്നത്. മരണമടഞ്ഞ സാഹചര്യത്തിൽ ജയലളിതയ്ക്കെതിരായ വിചാരണ കോടതി നടപടികൾ മരവിപ്പിച്ച സുപ്രീം കോടതി ശശികലയ്ക്കെതിരായ ശിക്ഷാവിധികൾ ശരിവച്ചു. ശശികല, വളർത്തുമകൻ സുധാകരൻ, സഹോദര ഭാര്യ ഇളവരശി എന്നിവർ 4 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഇതേ കേസിൽ നേരത്തെ 6 മാസം തടവിലായിരുന്നതിനാൽ 3 വർഷവും 6 മാസവും മണ്ണാർക്കുടി മാഫിയയുടെ നേതൃനിരയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനാൽ തടവുകാലവും അതിനുശേഷമുള്ള 6 വർഷവും ശശികലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. ജയിൽ ശിക്ഷയ്ക്ക് പുറമെ 10 കോടി രൂപ വീതം പ്രതികൾ പിഴ അടയ്ക്കണം. ഇവർക്കുള്ള ശിക്ഷ വേഗം നടപ്പിലാക്കാൻ വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. 2014 സെപ്റ്റംബറിൽ വിചാരണ കോടതി വിധിച്ച ശിക്ഷ പൂർണ്ണമായും അംഗീകരിച്ച സുപ്രീം കോടതി പ്രതികളെ വെറുതെ വിട്ട കർണാടക ഹൈക്കോടതി വിധി തള്ളിക്കളഞ്ഞു. സമൂഹത്തിൽ അഴിമതി വളർന്നു വരുന്നതിന്റെ തെളിവുകളാണ് ഇത്തരം കേസുകളെന്ന് ജസ്റ്റിസ് അമിതാവ് റോയ് വിധിന്യായത്തിൽ എഴുതി ചേർത്തു. സ്വതന്ത്രവും നീതിയുക്തവുമായ സമൂഹം കെട്ടിപ്പടുക്കാൻ അഴിമതികൾ ഇല്ലാതാക്കണമെന്നും 570 പേജ് വരുന്ന ബൃഹത്തായ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ പിനാക്കി ചന്ദ്രഘോഷ്, അമിതാവ് റോയ് എന്നിവരുടെ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. മുഖ്യമന്ത്രിയാകാൻ ശശികല നടത്തിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് കൂടി തടയിടുകയാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ. 18 വർഷക്കാലം നീണ്ട വിചാരണയ്ക്കിടയിൽ പ്രത്യേക കോടതി ജഡ്ജി മൈക്കിൾ ഡി കുഞ്ഞ് നടത്തിയ കണ്ടെത്തലുകളാണ് സുപ്രീം കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. ADMK MLA മാർ താമസിക്കുന്ന കൂവത്തൂരിലെ റിസോർട്ട് പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതേസമയം നിയമസഭാ കക്ഷി നേതാവായി ശശികല ഉറ്റാനിയായി എടപ്പാടി പളനിസ്വാമിയെ പ്രഖ്യാപിച്ചു. പളനിസ്വാമി വൈകിട്ട് 5:30 ഗവർണറെ കാണും. പനീർശെൽവത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വിശദാംശങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എപ്പോഴാണ് എടപ്പാടി പളനിസ്വാമി ഗവർണറെ കാണുന്നത്? ഒപ്പം ആരൊക്കെയാണ് ഉള്ളത്? വിശദാംശങ്ങൾ. തന്നെ 5:40 തന്നെ ഗവർണർ സി വിദ്യാസാഗർ റാവു മുമ്പാകെ എടപ്പാടി കെ പളനിസ്വാമി, പുതിയ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത എടപ്പാടി കെ പളനിസ്വാമിയും ഇതോടൊപ്പം 12 നേതാക്കളും ഗവർണർ മുമ്പാകെ കാണുമെന്നാണ് അറിയുന്നത്. 125 MLA മാർക്കുടെയും ഒപ്പ് ഓരോ പേപ്പറിലായി ഈ എടപ്പാടി കെ പളനിസ്വാമി ശേഖരിച്ചിരുന്നു. ഇതിനുശേഷം ഈ ഒപ്പുകൾ അടങ്ങിയ പേപ്പർ സമ്മതപത്രമായി ഗവർണർക്ക് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇതിനുശേഷം സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നും ആവശ്യപ്പെടും. സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ മറ്റു തടസ്സങ്ങളൊന്നും ഗവർണർക്ക് മുൻപ് ഉന്നയിച്ചതുപോലെ ഉന്നയിക്കാനാവുകയില്ല. ഈ സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കുകയല്ലാതെ ഗവർണർക്ക് മുന്നിൽ മറ്റു മാർഗവും ഉണ്ടാകില്ല. അതേസമയം പനീർസെൽവം നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നത് 22 MLA മാർ തങ്ങൾക്കൊപ്പമുണ്ട്. ഇവരിൽ 10 MLA മാർ ഇപ്പോഴും റിസോർട്ടിലാണ്. ഇവരുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 ദൂതന്മാരെ, രാജ്യസഭ MP കൂടിയായ വി മൈത്രേയൻ, അതോടൊപ്പം വക്താവ് പൊന്നയ്യൻ, മന്ത്രി പാണ്ഡിരാജൻ എന്നീ 3 ദൂതന്മാരെ റിസോർട്ടിലേക്ക് അയച്ചിരുന്നുവെങ്കിലും ഇവരെ MLA മാരുമായി റിസോർട്ടിനകത്തെ MLA മാരുമായി കൂടിക്കാഴ്ച നടത്താൻ പോലീസ് അനുവദിച്ചില്ല. ശശികലയെ അനുകൂലിക്കുന്ന നേതാക്കൾ റിസോർട്ടിന് പുറത്ത് വലിയ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് ഒരു സംഘർഷ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് 3 നേതാക്കളെയും തിരിച്ചയച്ചത്. ഇതിനെ തുടർന്ന് ഇപ്പോഴത്തെ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ആയ പനീർസെൽവം ഇപ്പോൾ റിസോർട്ടിലേക്ക് എത്തരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്ന് റിസോർട്ടിലേക്കുള്ള യാത്ര റദ്ദാക്കി സെക്രട്ടേറിയറ്റിൽ DGP, ചീഫ് സെക്രട്ടറി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുമായാണ് ഈ പനീർസെൽവം കൂടിക്കാഴ്ച നടത്തിയതും. പോലീസിനെ ഉപയോഗിച്ച് ക്രമസമാധാന നിലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടോ എന്ന് ചർച്ചയാവുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് ഇരു കൂട്ടരും MLA മാർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശശികല വിഭാഗം കോടികളുടെ വാഗ്ദാനങ്ങൾ ഓരോ MLA മാർക്കും നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇപ്പോഴും ഈ പളനിസ്വാമി അവകാശപ്പെടുന്നത് 125 MLA മാരുടെയെങ്കിലും കുറഞ്ഞ ഭൂരിപക്ഷം തങ്ങൾക്കുണ്ട് എന്നാണ്. 117 പേരുടെയെങ്കിലും ഭൂരിപക്ഷമാണ് നിയമസഭയിൽ ഈ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായുള്ളത്. ഈ ഒരു ഭൂരിപക്ഷം തങ്ങൾക്ക് സുഗമമായി ഉണ്ടെന്ന് എടപ്പാടി കെ പളനിസ്വാമി അവകാശപ്പെടുന്നു. ഇതിനാൽ തന്നെ ഗവർണർ മുമ്പാകെ എത്തുമ്പോൾ ഇനി ഒന്നല്ലെങ്കിൽ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ക്ഷണിക്കുകയോ ആകും ഗവർണർക്ക് മുന്നിലെ മാർഗം. സ്വാഭാവികമായും പനീർസെൽവത്തിന് പിന്തുണയ്ക്കുന്ന MLA മാരുടെ ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് പനീർസെൽവത്തോട് ഒരു അവസരം നൽകാൻ ഗവർണർ സാധ്യത കുറവ് എന്നാണ് വിലയിരുത്തുന്നത്. ഇതിനിടയിൽ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഗവർണർക്ക് നിയമോപദേശം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂർ കൂടി സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കുന്നത്
വൈകിപ്പിക്കാമെന്നാണ് അറ്റോർണി ജനറൽ നൽകിയ നിയമോപദേശം. ഓരോ മണിക്കൂർ വൈകും തോറും അത് പനീർസെൽവത്തിന് കാര്യങ്ങൾ അനുകൂലമാക്കാൻ ഇടവരുത്തും. ഈ ഒരു കണക്കുകൂട്ടലാണ് അറ്റോർണി ജനറൽ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ എല്ലാ നീക്കങ്ങളും ശശികലയെ അനുകൂലിക്കുന്ന ക്യാമ്പിലേക്ക് രാഷ്ട്രീയ നീക്കങ്ങൾ ഗുണകരമാകുന്നതായാണ് വ്യക്തമാകുന്നത്. ധന്യ. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ശശികല ജയിലിലായതോടെ തമിഴ്നാട് രക്ഷപ്പെട്ടെന്ന പനീർശെൽവം. അമ്മയുടെ ഭരണം തന്നെയാണ് ഇപ്പോഴും തമിഴ്നാട്ടിൽ നടക്കുന്നത്, ഇനിയും അത് തുടരുമെന്നും പനീർശെൽവം. അമ്മയുടെ ആഗ്രഹം സഫലമാക്കാൻ എല്ലാവരും ഒപ്പം നിൽക്കണമെന്നും പനീർശെൽവം പറഞ്ഞു. மாண்புமிகு அம்மாவுடைய நல்லாட்சிதான் இப்பொழுதும் நடைபெற்றுக் கொண்டிருக்கிறது. தொடர்ந்து மாண்புமிகு இதயம் டாக்டர் புரட்சி தலைவி அம்மாவுடைய நல்லாட்சிதான் நடைபெறும். மாண்புமிகு அம்மாவுடைய கொள்கைகளை கோட்பாடுகளை மாண்புமிகு அம்மா அவர்கள் கொள்கைகளை கோட்பாடுகளை உறுதியாக மாண்புமிகு அம்மாவுடைய வழியில் செயல்படும் நம்முடைய அரசு உறுதியாக செயல்படுத்தும் என்பதை நான் இந்த நல்ல நேரத்திலே தெரிவித்துக் கொள்ள கடமைப்பட்டிருக்கின்றேன். முழுவதுமாக அனைத்திந்திய அண்ணா திராவிட முன்னேற்ற கழகத்துடைய மாண்புமிகு சட்டமன்ற உறுப்பினர்களுடைய பெரும்பான்மை ஆதரவுடன் மாண்புமிகு அம்மாவுடைய நல்லாட்சி இப்பொழுது நடைபெற்றுக் கொண்டிருக்கின்ற நல்லாட்சி தொடரும் தொடரும் தொடரும். ഭരണവും പാർട്ടിയും കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ച ശശികലയുടെ വീഴ്ച സിനിമാ കഥ പോലും വെല്ലുന്നതായിരുന്നു. ജയലളിതയുടെ പിന്നിൽ എന്നും മറഞ്ഞിരുന്ന ശശികല മരണശേഷം അരങ്ങത്തേക്ക് എത്തിയെങ്കിലും തുടക്കത്തിലെ അടിപതറി. മുഖ്യമന്ത്രി കസേരയ്ക്കായി അടിപിടി കൂട്ടുന്നതിനിടെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നേറ്റ പ്രഹരം ജയിലറ വാതിലും അവർക്കായി തുറന്നുകൊടുത്തു. 1956 തഞ്ചാവൂർ ജില്ലയിലെ മണ്ണാർക്കുടിയിലാണ് ശശികലയുടെ ജനനം. കള്ളാർ സമുദായത്തിലെ കൃഷിക്കാരനായ വിവേകാനന്ദവും കൃഷ്ണവേണിയുമായിരുന്നു മാതാപിതാക്കൾ. സുന്ദരവദനം, ജയരാമൻ, ഡോക്ടർ വിനോദകൻ, ദിവാകരൻ എന്നിവർ സഹോദരങ്ങളാണ്. തമിഴ്നാട് സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന നടരാജനാണ് ഭർത്താവ്. സാധാരണ കുടുംബാംഗമായിരുന്ന ശശികല പിന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ശക്തി കേന്ദ്രമായി. ജയലളിതയുടെ ചങ്ങാത്തം അതിന് വഴിയൊരുക്കി. 1980കളിലാണ് ജയലളിത ശശികല ബന്ധം തുടങ്ങിയത്. അങ്ങനെ മണ്ണാർക്കുടി മാഫിയ എന്ന പേരിൽ ശശികലയും കുടുംബാംഗങ്ങളും വളർന്നു. ആദ്യകാലത്ത് വീഡിയോ റെക്കോർഡിംഗ് സ്ഥാപനവും കാസറ്റ് വാടകയ്ക്ക് നൽകിയും ഉപജീവനം കഴിച്ചിരുന്ന ശശികല ജയലളിത AIADMKയുടെ പ്രൊപ്പഗണ്ട സെക്രട്ടറിയായി നിയമിതയായ ശേഷം പാർട്ടി പരിപാടികൾ വീഡിയോ ചെയ്യാൻ കോൺട്രാക്ട് എടുക്കുന്നതിലൂടെയാണ് ജയലളിതയുമായി അടുക്കുന്നത്. എന്റെ കൂടെ പിറക്കാതെ പോയ സഹോദരിയാണ് ശശികലയെന്നും എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവർ സംരക്ഷിക്കുന്നുവെന്നും ഒരഭിമുഖത്തിൽ ജയലളിത തന്നെ പറയുകയുണ്ടായി. ശശികലയുടെ ജയലളിതയുമായുള്ള അടുപ്പത്തോടെ ഈ കുടുംബാംഗങ്ങൾ തമിഴ്നാട്ടിൽ ഒരു സമാന്തര സർക്കാരായി പ്രവർത്തിച്ചു. ശശികലയ്ക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ആരോപണങ്ങൾ വർദ്ധിച്ചുവന്ന സാഹചര്യത്തിൽ 2011 ജയലളിത ശശികലയെയും 13 കുടുംബാംഗങ്ങളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഒരു വർഷത്തിന് ശേഷം ശശികലയും കുടുംബാംഗങ്ങളും മാപ്പ് പറഞ്ഞ് തിരികെ പാർട്ടിയിൽ പ്രവേശിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാംഗ്ലൂരു പ്രത്യേക കോടതി ജയലളിതയോടൊപ്പം ശശികലയെയും 4 വർഷം തടവിനും 10 കോടി രൂപ പിഴയും വിധിച്ചു. 1 വർഷം ജയിലിൽ കഴിയുകയും ചെയ്തു. ശശികലയെയും നടരാജനെയും ബന്ധുക്കളെയും ജയലളിത വീട്ടിൽ നിന്ന് ആയിടയ്ക്കാണ് പുറത്താക്കിയത്. അപ്പോഴാണ് ശശികലയുടെ കത്ത് വാർത്തയായത്. അക്കയാണ് എന്റെ ജീവിതമെന്നും അക്കയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നുവെന്നും. അങ്ങനെ ഭർത്താവ് നടരാജനെ ഉപേക്ഷിച്ച് ശശികല വീണ്ടും ജയലളിതയ്ക്കൊപ്പമെത്തി. മരണം വരെ കൂട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. 2 പതിറ്റാണ്ടുകാലം നീണ്ട അഴിമതി കേസിൽ അന്തിമ വിധി വരുമ്പോൾ മരണത്തെ തുടർന്ന് വ്യവഹാര നടപടികളിൽ നിന്ന് ഒഴിവായ ജയലളിതയെയും സ്മരിക്കാതിരിക്കാനാകില്ല. തലൈവി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ചിന്നമ്മയുടെ വിധിയല്ല, തലൈവിയുടെ തലവിധിയായിരുന്നു രാജ്യം ഉറ്റുനോക്കുക. ഒപ്പം തമിഴകത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയും. അനധികൃത സ്വത്ത് സമ്പാദന കേസിന്റെ 2 പതിറ്റാണ്ട് നീണ്ട നാളുവഴികൾക്ക് ശേഷം പരമോന്നത നീതിന്യായ കോടതി വിധി പറയുമ്പോൾ വാർത്തകളിൽ ചിന്നമ്മയെ മരണം കൊണ്ട് മാത്രം പിന്നിലാക്കിയ തമിഴകത്തിന്റെ അമ്മയെ വിസ്മരിക്കാനാവില്ല. ജീവിച്ചിരുന്നെങ്കിൽ ചിന്നമ്മയല്ല അമ്മയായിരുന്നു ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ ചർച്ചാ കേന്ദ്രം. 4 വർഷം തടവും 100 കോടി രൂപ പിഴയുമായിരുന്നു അന്ന് ഒന്നാം പ്രതിയായ ജയലളിതയ്ക്ക് വിചാരണ കോടതി വിധിച്ചത്. കേസിൽ ശിക്ഷിക്കപ്പെട്ടപ്പോഴെല്ലാം പനീർശെൽവത്തെ പാവ മുഖ്യമന്ത്രിയാക്കിയതും ജയിൽവാസത്തിന് ശേഷം അധികാര കസേര ജയലളിത വീണ്ടും കൈയാളിയതും ചരിത്രം. ജയലളിത ജീവിച്ചിരുന്നെങ്കിൽ ആ ചരിത്രം ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നതിന് ദേശീയ രാഷ്ട്രീയം സാക്ഷിയാകുമായിരുന്നു. തമിഴകത്തെ രാഷ്ട്രീയ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കുമായിരുന്നു. അന്തിമവിധി പറയാനുള്ള സുപ്രീം കോടതിയുടെ 6 മാസത്തെ കാലതാമസമാണ്
അണ്ണാ DMKയുടെ തലവര മാറ്റിക്കുറിച്ചത്. ഇതിനിടെ തമിഴകത്തെ തലൈവി മരണത്തിന് കീഴടങ്ങിയതോടെ ചിന്നമ്മയുടെ വിധി തിരുത്തിക്കുറിച്ചു. ജയലളിത ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അണ്ണാ DMKയുടെ പതനത്തിന് ഇത്രയും ആഴമുണ്ടാകുമായിരുന്നില്ല. ഒരു പാവ മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി ജയിലഴിക്കുള്ളിൽ നിന്ന് തലൈവി അധികാരത്തിന്റെ റിമോട്ട് കൺട്രോൾ തിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പോയസ് ഗാർഡൻ വെറും സ്മാരകമായപ്പോൾ അണ്ണാ DMK എന്ന ദ്രാവിഡ പാർട്ടിയും കാലക്രമേണ കരുത്തുറ്റ നേതൃനിരയുടെ അഭാവത്തിൽ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. MGRനും ജയലളിതയ്ക്കും ശേഷം പുതിയ രാഷ്ട്രീയ ശബ്ദം തമിഴ് മക്കളുടെ വികാരം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വടംവലി രാഷ്ട്രീയത്തിന്റെ പതനമായി അണ്ണാ DMK എന്ന രാഷ്ട്രീയ പാർട്ടി ദ്രാവിഡ സംസ്കാരത്തിന്റെ ഏടുകളിൽ ചരിത്രമാകാം. ന്യൂസ് ഡെസ്ക്. 1996-ൽ BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി തുടക്കമിട്ട കേസിലാണ് 20 വർഷത്തിന് ശേഷം സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞത്. മുഖ്യമന്ത്രിയായിരിക്കെ 1 രൂപ മാത്രം ശമ്പളം വാങ്ങിയ ജയലളിത 5 വർഷത്തിനുള്ളിൽ അനധികൃതമായി സമ്പാദിച്ചത് 66 കോടിയിലേറെ രൂപയാണ്. കേസിന്റെ നാൾവഴികളിലൂടെ 91 മുതൽ 96 വരെ ജയലളിതയുടെ അധികാരത്തണലിൽ ശശികലയും അവരുടെ മണ്ണാർക്കുടി മാഫിയും സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളുടെ കണക്കെടുപ്പ് രാഷ്ട്രീയ എതിരാളി കരുണാനിധിക്ക് പോലും എളുപ്പമായിരുന്നില്ല. 1996 ജൂൺ 14-നാണ് അന്ന് ജനതാ പാർട്ടി നേതാവായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി ചെന്നൈയിലെ ജില്ലാ കോടതിയിൽ സ്വത്ത് കേസ് നൽകുന്നത്. 4 ദിവസത്തിനു ശേഷം തമിഴ്നാട് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തു. ഡിസംബർ 7-ന് ജയലളിതയും ശശികലയും കൂട്ടുപ്രതികളും ആദ്യമായി അറസ്റ്റിലായി. പോയസ് ഗാർഡനിൽ പരിശോധനയ്ക്ക് പോയ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ശേഖരം. 28 കിലോ സ്വർണം, 800 കിലോ വെള്ളി, ഇതിനു പുറമെ 10,500 സാരികൾ, 750 ജോഡി പാദരക്ഷകൾ, 91 ആഡംബര വാച്ചുകൾ, തമിഴ്നാട്ടിലും പുറത്തുമായി വാങ്ങിക്കൂട്ടിയ ഭൂമിയുടെ കണക്കുകൾ. കാസറ്റ് കട നടത്തി പിന്നീട് ജയയുടെ ജോലിക്കാരിയായ ശശികലയുടെയും ബന്ധുക്കളുടെയും പേരിൽ കോടികൾ. 2014-ൽ കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം ജയലളിതയ്ക്ക് നഷ്ടമായി. അവരുടെ മരണശേഷം കേസിലെ വിധി ശശികലയുടെ മുഖ്യമന്ത്രി മോഹത്തിനു മുമ്പിലും വൻമതിലായി ഉയർന്നു നിൽക്കുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. ആരാധനാലയങ്ങൾ, വീട്, കടകൾ, വാഹനങ്ങൾ എന്നിവയ്ക്ക് നേരെ യാതൊരുവിധ ആക്രമണങ്ങളും പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശന നിർദ്ദേശം നൽകി. ഉത്സവകാലങ്ങളെ കണക്ക് തീർക്കാനുള്ള സമയമായാണ് ചിലർ കാണുന്നത്. നേതൃത്വം ഇതിനെ ശക്തമായി താക്കീത് ചെയ്യണം. പോലീസ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നും സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയെ സംഘർഷരഹിത ജില്ലയാക്കാൻ കണ്ണൂരിൽ ചേർന്ന സർവകക്ഷി സമാധാന യോഗത്തിൽ തീരുമാനം. സമാധാന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ ഇക്കാര്യം അറിയിച്ചു. സംഘർഷരഹിതമായ ഒരു ജില്ലയായി കണ്ണൂർ ജില്ല മാറണം എന്ന പൊതുവികാരമാണ് പ്രകടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ എല്ലാ പാർട്ടികളും സംഘടനകളും ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ആയുധ നിർമ്മാണം, സംഭരണം എന്നിവ നടത്താൻ പാടില്ലെന്ന് നേതൃത്വം അണികൾക്ക് നിർദ്ദേശം നൽകണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ പോലീസിനെ അറിയിക്കണമെന്നും പരിശോധന ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രതികളെ പിടിക്കാൻ പോയ പോലീസ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തിരിച്ചുവരരുതെന്നും പോലീസായി മാറേണ്ടത് അവിടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഘബലത്തിലൂടെയും തടിമിടുക്കിലൂടെയും പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ചില പ്രതികളെ പിടികൂടിയാൽ സ്റ്റേഷനിലെത്തിച്ചാൽ അവരെ വിടുവിക്കാനുള്ള ശ്രമം ബന്ധപ്പെട്ടവർ നടത്തും. അതിലൊരു തെറ്റുമില്ല. അത് നിയമപ്രകാരം ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ അതിനപ്പുറം സ്റ്റേഷനിലേക്ക് ബലമായി കടന്നു ചെന്ന് സംഘബലത്തിലൂടെയും തടിമിടുക്കിലൂടെയും ഇറക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നിലയുണ്ട്. അതും ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റില്ല. യഥാർത്ഥ പ്രതികളെ സമഗ്ര അന്വേഷണം നടത്തി കണ്ടെത്തും. ഒരു തരത്തിലുള്ള അക്രമ സംഭവവും പ്രോത്സാഹിപ്പിക്കില്ല. നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലല്ലാതെ പല ആക്രമണങ്ങളും നടക്കുന്നുവെന്ന പരാതിയും യോഗത്തിൽ ഉയർന്നു വന്നു. ഏതെങ്കിലും ഒരു നേതൃത്വം ഇടപെടുകയും പ്ലാൻ ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗമായി സംഭവങ്ങൾ ഉണ്ടാവുകയല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു വിഭാഗം ചിലയിടങ്ങളിൽ ഉണ്ട് എന്ന അഭിപ്രായം ഇവിടെ ഉയർന്നു വരികയുണ്ടായി. ആരാധനാലയങ്ങൾ, വീടുകൾ, കടകൾ എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ നിന്നും പൂർണ്ണമായും പിന്തിരിയണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇനി വരുന്നത് വടക്കൻ മലബാറിന്റെ ഉത്സവകാലമാണെന്നും പോലീസും രാഷ്ട്രീയ നേതൃത്വവും ജാഗ്രതയോടെ നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CPIM നേതാക്കൾ കോടിയേരി ബാലകൃഷ്ണൻ, P.J. രാജൻ, KP സഹദേവൻ, PK ശ്രീമതി, EP ജയരാജൻ എന്നിവരും കോൺഗ്രസ് നേതാക്കൾ സതീശൻ പാച്ചേനി, മാർട്ടിൻ ജോർജ്, സണ്ണി ജോസഫ്, KC ജോസഫ് എന്നിവരും RSS BJP നേതാക്കൾ ഗോപാലൻകുട്ടി, PK കൃഷ്ണദാസ്, വത്സൻ തില്ലങ്കേരി, K രഞ്ജിത്ത് തുടങ്ങിയവരും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
നടൻ ബാബുരാജിന് നെഞ്ചിൽ വെട്ടേറ്റു. അടിമാലിക്ക് സമീപമുള്ള റിസോർട്ടിലെ അതിർത്തി തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. അക്രമിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. വാക്കത്തി കൊണ്ടാണ് ബാബുരാജിന്റെ നെഞ്ചിൽ വെട്ടേറ്റത്. അടിമാലി ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേന്ദ്ര വനിതാ കമ്മീഷൻ അംഗം സുഷമ സാഹുവിനോട് നിരുത്തരവാദപരമായി പെരുമാറിയെന്ന പരാതിയിൽ തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ അന്വേഷണം നടത്താൻ DGP നിർദ്ദേശം നൽകി. DCPക്കാണ് അന്വേഷണ ചുമതല. യൂണിവേഴ്സിറ്റി കോളേജിൽ യുവാവിന് മർദ്ദനമേറ്റതു സംബന്ധിച്ച അന്വേഷണത്തിൽ ACP സഹകരിച്ചില്ലെന്ന സുഷമ സാഹുവിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. അതേസമയം BJP നേതാക്കൾക്കൊപ്പം എത്തിയിരുന്നതുകൊണ്ടാണ് കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതിരുന്നതെന്നും മോശമായി പെരുമാറിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. മരാമൺ കൺവെൻഷൻ നടക്കുന്ന പമ്പ, മണൽപ്പുറവും പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ മാർത്തോമ യുവജന സഖ്യം വളണ്ടിയർമാർ നടത്തുന്ന പ്രവർത്തനം ചെറുതല്ല. ദിവസവും 15ഓളം വളണ്ടിയർമാരാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന മണൽപ്പുറം ശുചിയാക്കി സൂക്ഷിക്കുന്നത്. പുണ്യനദിയായ പമ്പയുടെ തീരത്ത് നടക്കുന്ന മരാമൺ കൺവെൻഷനിൽ പ്രാർത്ഥനയോളം തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട് പരിസര ശുചിത്വത്തിനും. ലക്ഷക്കണക്കായ ഭക്തരെത്തുന്ന ഇവിടെ പന്തലും പരിസരവും വൃത്തിയാക്കുന്നത് മാർത്തോമ യുവജന സഖ്യത്തിന്റെ വളണ്ടിയർമാരാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ തന്നെയാണ് ഈ ജോലി ഏറ്റെടുത്തതും. അതോടൊപ്പം തന്നെ പമ്പയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനും പമ്പ ശുദ്ധമായി കാത്തുസൂക്ഷിക്കുന്നതിനുമുള്ള മുന്നൊരുക്കങ്ങളും ഇവർ നടത്തുന്നുണ്ട്. പരിസര ശുചിത്വത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനുള്ള സന്ദേശങ്ങളടങ്ങിയ പ്ലക്കാർഡുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ലീൻ മാരാമൺ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഈ പന്തലും പരിസരവും വൃത്തിയാക്കുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ളതായ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പന്തലും പരിസരവും ഈ മണൽത്തിട്ടയൊക്കെ വളരെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് രഹിത മാരാമൺ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച കൊട്ടകളിൽ ശേഖരിക്കുന്ന മാലിന്യം ഒരുമിച്ച് ഒരിടത്ത് സംസ്കരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹാർദ്ദപരമായാണ് കൺവെൻഷൻ പുരോഗമിക്കുന്നത്. പമ്പാ നദിക്കരയിലെ മരാമൺ മണൽപ്പുറത്തെ പ്രാർത്ഥന മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുന്നു എന്നാണ് വിശ്വാസികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളിരിക്കുന്ന ഇടവും പ്രാർത്ഥിക്കുന്ന സ്ഥലവുമെല്ലാം ശുദ്ധവും പരിശുദ്ധവുമായി കാത്തുസൂക്ഷിക്കാൻ ഇവർ ഏറെ ശ്രമിക്കുന്നതും. മറ്റൊരു ലക്ഷ്യം കൂടെ അതിന്റെ പിന്നിലുണ്ട്. വരും തലമുറയ്ക്കായി ഇതുപോലെ തന്നെ കാത്തുസൂക്ഷിക്കുക. മരാമൺ മണൽപ്പുറത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ 43ാമത് ഷോറൂം അബുദാബി ഖയാത്തി സനയയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഷോറൂം ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും പ്രശസ്ത ബോളിവുഡ് താരം കരിഷ്മ കപൂറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് പദ്ധതി, ഏതു രാജ്യത്തേക്കും പണം അയക്കാനുള്ള സൗകര്യം, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, സൗജന്യമായി മറഡോണ ഗോൾഡ് പാർട്ട്നർ കാർഡ് സ്വന്തമാക്കാനുള്ള അവസരം തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകൾക്കായി വണ്ടർല ഏർപ്പെടുത്തിയ പരിസ്ഥിതി ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചി വണ്ടർലയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം മനോജ് കെ ജയനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വണ്ടർല മാനേജിംഗ് ഡയറക്ടർ അരുൺ കെ ചിറ്റിലപ്പിള്ളി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വണ്ടർല കൊച്ചി പാർക്ക് ഹെഡ് രവികുമാർ MA ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ നാടൻ തോട്ടണ്ടി സംഭരിക്കാൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ നടപടി തുടങ്ങി. 1000 തൊഴിലാളികളെ ആവശ്യപ്പെട്ട് ടെൻഡർ ക്ഷണിച്ചു. കോർപ്പറേഷന്റെ തന്നെ 100 തൊഴിലാളികൾ തോട്ടണ്ടി സംഭരണ മേൽനോട്ടത്തിനായി കാസർകോട്ടേക്ക് പുറപ്പെട്ടു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാസർഗോഡ്, രാജാപുരം, ചീമേനി എസ്റ്റേറ്റുകളിലെ 15,000 ഏക്കറിൽ വരുന്ന കശുമാവിൻ തോട്ടത്തിൽ നിന്നാണ് കാഷ്യൂ കോർപ്പറേഷൻ നാടൻ തോട്ടണ്ടി സംഭരിക്കുക. ഇതിനായി 1000 തൊഴിലാളികളെ നിയോഗിക്കും. മേൽനോട്ട ജോലികൾക്കായി കാഷ്യൂ കോർപ്പറേഷന്റെ 100 തൊഴിലാളികൾ കാസർഗോട്ടേക്ക് തിരിച്ചു. 3000 മുതൽ 4000 ടൺ വരെ തോട്ടണ്ടിയാണ് സംഭരിക്കുക. മുമ്പ് PCKയുടെ തോട്ടണ്ടി മംഗലാപുരം ലോബിയാണ് വാങ്ങിയിരുന്നത്. തോട്ടണ്ടി സംഭരണം വെല്ലുവിളിയാണെന്നും ഐവറി കോസ്റ്റിലെ സീസൺ ആരംഭിക്കും വരെ ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ സഹായത്തോടെ 6 കോടി രൂപയ്ക്ക് തോട്ടണ്ടി സംഭരണാവകാശം നേടിയതെന്ന് MD സേവിയർ പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ 12,000 കാപെക്സിന്റെ 4,000 തൊഴിലാളികൾക്ക്
3 മാസമെങ്കിലും തുടർച്ചയായിട്ട് ജോലി കൊടുക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത്. 1000-ഓളം തൊഴിലാളികളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ട് വണ്ടി കളക്ട് ചെയ്യിച്ചിട്ട് അത് ഉണക്കി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. അതൊരു വലിയ ജോലിയാണ്. അതിനൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. PCKയുടെ കണ്ണൂർ, കാസർഗോഡ് എസ്റ്റേറ്റുകളിലെ കശുമാവിൻ തോട്ടം ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ നിന്ന് സംഭരിക്കുന്ന തോട്ടണ്ടിയിൽ നിന്നുള്ള പരിപ്പ് പ്രത്യേക ബ്രാൻഡായി വിപണിയിലെത്തിക്കാനാണ് കാഷ്യൂ കോർപ്പറേഷൻ തീരുമാനം. മാർച്ച് പകുതിയോടെ തോട്ടണ്ടി ഫാക്ടറികളിലെത്തും. 4.5 മാസം കൊണ്ട് തോട്ടണ്ടി സംഭരിക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.